നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇൻ്റർസെപ്റ്റ് 3 ആണ്. 22 September 2008 AM. DR നമുക്ക് തന്നിട്ടുണ്ട് 36 degree 3 minutes north, 146 degree 50 minutes east. മൂണിൻ്റെ ലോവർ ലിംബ് 44 degree 49.1 minute. GPS ടൈമാണ് തന്നേക്കുന്നത് 23 hour 18 minutes 02 seconds. പക്ഷെ നമുക്ക് ഡേ തന്നിട്ടില്ല. അത് കാരണം നമ്മൾ ഡേ കറക്റ്റാണോ എന്ന് GPS ഡേ നമ്മൾ ചെക്ക് ചെയ്യണം LMD ആയിട്ട്. ക്വസ്റ്റ്യൻ തന്നേക്കുന്ന LMD ആയിട്ട് കറക്റ്റ് ആവുന്നുള്ളത് ചെക്ക് ചെയ്യണം. ഇൻഡെക്സ് എറർ എന്ന് പറഞ്ഞാൽ 0.9 minutes ഓഫ്. ഹൈറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ 18 meters. നമ്മൾ GMT LIT പ്ലസ് ഇവിടെ ഈസ്റ്റ് ആയതുകൊണ്ട് പ്ലസ് ചെയ്തു, നമുക്ക് വാല്യൂ കിട്ടി. ബട്ട് ഡേ ചേഞ്ച് ആവുന്നുണ്ട്. ഇവിടെ ഡേ ചേഞ്ച് ആവുന്നുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്കുന്ന ഡേ എന്ന് പറഞ്ഞാൽ 22 LMTയുടെ ഡേ ക്വസ്റ്റ്യൻ തന്നേക്കുന്ന ഡേറ്റുമായിട്ട് സിമിലർ ആയിരിക്കണം. ഇവിടെ 22nd ഡേ ആയിരുന്നു, അപ്പോൾ 23rd ഡേയിലോട്ട് പോയി. അപ്പം നമ്മൾ GMT ഒരു ഡേ പുറകോട്ട് പോവുക. അപ്പോൾ 21st ഡേ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 22nd ഡേയിൽ ഉള്ള LMT കിട്ടും. നമുക്കപ്പോൾ GMT കിട്ടി 21st ഡേ 23rd hour 18 minutes 02 seconds. ഇനി നമ്മൾ അലമനാക്ക് ഓർക്കുക. September 22nd എടുക്കുക. September 21st എടുക്കുക. 21st 23rd hour 260 degree 42.4 minutes എന്ന് കിട്ടും. വീക്ക് കറക്ഷൻ എന്ന് പറഞ്ഞാൽ 3.5 minutes. ഇനി ഡെക്ലിനേഷനും കൂടെ എഴുതി വെക്കുക. 27 degree 26.5. ഡി കറക്ഷൻ എന്ന് പറഞ്ഞാൽ 0.9 minutes. ഇത് താഴത്തോട്ട് ഡെക്ലിനേഷൻ പോകുമ്പോൾ കുറയുവാണ്, അത് കാരണം മൈനസ് ആണ് നമ്മൾ ഡി കറക്ഷൻ ചെയ്യേണ്ടത്. അടുത്തതെന്ന് പറഞ്ഞാൽ HP എത്രയാണെന്ന് എഴുതി വെക്കുക. HP എന്ന് പറഞ്ഞാൽ 59.3 minutes. അടുത്ത ഇനി ഇൻക്രിമെൻറ്റ് ടേബിളിലോട്ട് പോവുക. 18th മിനിറ്റിൻ്റെ ഇൻക്രിമെൻറ്റ് ടേബിളിലോട്ട് പോവുക. 3 02 സെക്കൻഡ്സിൻ്റെ കണ്ടുപിടിക്കുക. 14 degree 18.2 ആണ് നമുക്ക് ഇൻക്രിമെൻറ്റ്. വീക്ക് കറക്ഷൻ എന്ന് പറഞ്ഞാൽ 3.5 ആണ്. 3.5ന് 1.1 ആണ് ഇവിടെ വീക്ക് കറക്ഷൻ. ഇത് രണ്ടും ആഡാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് പുതിയ GH. ഇവിടെ ലോങ് എന്ന് പറയുന്നത് ഈസ്റ്റ് ആയതുകൊണ്ട് ആഡ് ചെയ്യുക. വെസ്റ്റ് ആണെങ്കിൽ ഇവിടെ മൈനസ് ചെയ്യണം. ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് 360ക്ക് മേളിലോട്ട് ഒരു വാല്യൂ കിട്ടും. ആ 360 ഡിഗ്രിക്ക് മേളിലോട്ട് കിട്ടുന്ന വാല്യൂവിനെ -360 ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു വാല്യൂ കിട്ടും. അതാണ് നമ്മുടെ LH എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ 360 ഡിഗ്രിക്ക് മേളിലോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഏത് വാല്യൂ ആണ് കിട്ടുന്നത് അത് തന്നെയാണ് നമ്മുടെ LH. അടുത്തത് ഡെക്ലിനേഷൻ്റെ ഡി കറക്ഷൻ എന്ന് പറഞ്ഞാൽ 0.9 ആണ്. 0.9 എന്ന് പറഞ്ഞാൽ ഇവിടെ 0.3 ആണ്. 0.3 ഇവിടെ നമുക്ക് നേരത്തെ കിട്ടിയ ഡെക്ലിനേഷനുമായിട്ട് മൈനസ് ചെയ്യുക, അപ്പോൾ പുതിയ ഡെക്ലിനേഷൻ കിട്ടും. ഇനി സെക്ഷൻ്റെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 44 degree 49.1 minutes ആണ്. ഇൻഡെക്സ് എറർ നമുക്ക് തന്നേക്കുന്ന 0.9 minutes ഓൺ എന്നാണ്. അപ്പോൾ പ്ലസ് ചെയ്യണം. ഓൺ ആണെങ്കിൽ മൈനസ് ചെയ്യണം, ഓഫ് ആണെങ്കിൽ പ്ലസ് ചെയ്യണം. ഇവിടെ നമുക്ക് ഓഫ് ആയതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്തു. ഡിപ്പ് ഓൾവേസ് മൈനസ് ആണ്. ഒബ്സേർവ്സ് ഓൾട്ടിറ്റ്യൂഡ് 44 degree 50 minutes. നമുക്ക് ഡിപ്പ് എന്ന് പറഞ്ഞാൽ 18 meters ആണ്. 18 meters നമുക്ക് ടേബിളിൽ നിന്ന് എടുക്കുക. ലാസ്റ്റത്തെ പേജിലുള്ള ടേബിളിൽ നിന്ന് എടുക്കുക. 18 meters എന്ന് പറഞ്ഞാൽ 7.5 എന്ന് കിട്ടും. മൈനസ് ചെയ്യുക, അപ്പാരൻ്റ് ഓൾട്ടിറ്റ്യൂഡ് കിട്ടും. അപ്പാരൻ്റ് ഓൾട്ടിറ്റ്യൂഡ് നമ്മളിനി മെയിൻ കറക്ഷനും HP കറക്ഷനും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. 44 degree എടുക്കുക. 15th minute അതായത് 50.6 എന്ന് പറയും. 15.6 HP എടുക്കുക. HP എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ലോവർ ലിംബ് ആണ്. അപ്പോൾ ലോവർ ലിംബിൽ കൂടെ തന്നെ താഴത്തോട്ട് വരിക. HP 59.3 ആണ്. 59.3 വരിക. 6.4 വരും. 6.4 എടുക്കുക. ഇത് ഈ മെയിൻ കറക്ഷനും HP കറക്ഷനും അപ്പാരൻ്റ് ഓൾട്ടിറ്റ്യൂഡിലൂടെ ആഡ് ചെയ്യുക ഇവിടെ ചെയ്യേണ്ടത്. ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ട്രൂ ഓൾട്ടിറ്റ്യൂഡ് കിട്ടും. ട്രൂ ഓൾട്ടിറ്റ്യൂഡിൽ നിന്ന് -90 degree ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ട്രൂ സെൻറ്റി ഡിസ്റ്റൻസ് കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് L ഡിഫറൻസ് D കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ലാറ്റിറ്റ്യൂഡും നമ്മൾ കണ്ടുപിടിച്ച ഡെക്ലിനേഷനും സെയിം സൈൻ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യുക. ഡിഫറൻറ്റ് സൈൻ ആണെന്നുണ്ടെങ്കിൽ തമ്മിൽ ആഡ് ചെയ്യുക. ഇവിടെ നമുക്ക് ഡിഫറൻറ്റ് സൈൻ ആയത് കാരണം നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്തു. നമുക്ക് വാല്യൂ കിട്ടിയത് 8 degree 36.8 minutes. ഇനി ഫോർമുലയായിട്ട് എടുക്കുക. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫോർമുലയാണ്. ഹാവ് സ്മോൾ p ഈസ് ഈക്വൽ ടു ഹാവ് വലിയ p ഇൻറ്റു കോസ് ലാറ്റ് ഇൻറ്റു കോസ് ഡെക്ലിനേഷൻ പ്ലസ് ഹാവ് L ഡിഫറൻസ് D. ഹാവ് p നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. ഹാവ് p എന്ന് പറയുന്നത് LH തന്നെയാണ്, കാരണം 180ക്ക് താഴെ ആയതുകൊണ്ട് LH തന്നെയാണ്. 51 degree 51.7 minutes.
51 ഡിഗ്രി 51.7 മിനിറ്റ്സ്. കോസ്റ്റ് ലാറ്റ് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. കോസ്റ്റ് ഡെക്ലിനേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എൽ ഡിഫറൻസ് ഡി 8 ഡിഗ്രി 36.8 മിനിറ്റ്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു വാല്യൂ കിട്ടും. അതെന്ന് പറയുന്നത് നമ്മൾ വിളിക്കുന്നതിൻ്റെ പേരെന്ന് പറയാൻ സ്മോൾ പി അഥവാ CZD, കാൽക്കുലേറ്റഡ് സെനി ഡിസ്റ്റൻസ്. ഈ കാൽക്കുലേറ്റഡ് സെനി ഡിസ്റ്റൻസും ട്രൂ സെനി ഡിസ്റ്റൻസ്, അതായത് നമ്മൾ സെക്ഷൻ ഓൾട്ടിറ്റ്യൂഡ് വെച്ച് കണ്ടുപിടിച്ച ട്രൂ സെനി ഡിസ്റ്റൻസും തമ്മിൽ ഡിഫറൻസ് എടുക്കും. ആ ഡിഫറൻസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻ്റർസെപ്റ്റ്. ആ ഇൻ്റർസെപ്റ്റ് ടുവേർഡ്സ് ആണോ എവേ ആണോ എന്ന് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. CZD ഗ്രേറ്റർ ദാൻ TZD ആണെന്നുണ്ടെങ്കിൽ ടുവേർഡ്സും, TZD ഗ്രേറ്റർ ദാൻ CZD ആണെന്നുണ്ടെങ്കിൽ എവേയും. ഇവിടെ CZD TZDയേക്കാളും വലുതായത് കാരണം ടുവേർഡ്സ് ആണ്. ഇനി അസിമത്ത് കണ്ടുപിടിക്കണം. എ എന്ന് പറയുന്നത് ടാൻ ലാറ്റ് അപ്പോൺ ടാൻ പി. അത് ഫോർമുലയിലോട്ട് ലാറ്റും പിയും ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂവിൻ്റെ സൈൻ എന്ന് പറയുന്നത് എന്താണോ നമ്മുടെ ലാറ്റിറ്റ്യൂഡിൻ്റെ സൈന് അതിൻ്റെ ഓപ്പോസിറ്റ്. ബി എന്ന് പറഞ്ഞാൽ ടാൻ ഡെക്ലിനേഷൻ അപ്പോൺ സൈൻ പി. ഡെക്ലിനേഷനും സൈൻ പി ഇട്ട് കൊടുക്കുക, ഒരു വാല്യൂ കിട്ടും. അപ്പം അതിൻ്റെ സൈൻ എന്ന് പറയുന്നത് ഡെക്ലിനേഷൻ എന്താണോ സൈന് അത് തന്നെ സെയിം. ഇനി ഇത് രണ്ടും കൂടെ ആഡ് അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സി കിട്ടും. അത് ആഡ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ സെയിം സൈൻ ആയിട്ടുള്ള സമയത്ത് സി കണ്ടുപിടിക്കാനായിട്ട് ആഡ് ചെയ്യുക. ഡിഫറെൻറ്റ് സൈൻ ആണെന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ മൈനസ് ചെയ്യുക, എന്നിട്ട് വലുതിൻ്റെ സൈൻ കൊടുക്കുക. ഇനി ടാൻ അസിമത്ത് ഈസ് ഈക്വൽ ടു 1/c കോസ് ലാറ്റ്. അതാണ് നമ്മുടെ അസിമത്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. പക്ഷേ അത് കിട്ടുന്നത് നമുക്ക് ക്വാഡ്രന്റ് ഫോമിലായിരിക്കും. സി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. കോസ് ലാറ്റ് നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുള്ള ലാറ്റ് അത്രയും കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞിട്ട് ഫോർമുലയോട്ട് ഇട്ട് കൊടുക്കുക, നമുക്കൊരു വാല്യൂ കിട്ടും. പക്ഷേ അത് കിട്ടുന്നത് നമുക്ക് ക്വാഡ്രന്റ് ഫോമിലായിരിക്കും. ക്വാഡ്രന്റ് ഫോം എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ നോർത്ത് ഓർ സൗത്ത് കണ്ടുപിടിക്കുന്നത് സിയുടെ എന്ത് സൈനാണോ അത് തന്നെ സെയിം. ഇനി വെസ്റ്റ് ഓർ ഈസ്റ്റ് എന്ന് കണ്ടുപിടിക്കുന്നത് LHA ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഈസ്റ്റും, LHA ലെസ് ദാൻ 180 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ വെസ്റ്റും. ഇവിടെ നമുക്ക് LHA എന്ന് പറയുന്നത് ലെസ് ദാൻ 180 ഡിഗ്രി ആയത് കാരണം വെസ്റ്റ്. നോർത്ത് വെസ്റ്റ് ആയതുകൊണ്ട് -360 ഡിഗ്രി ചെയ്യാം. 274 ഡിഗ്രി 5.7 മിനിറ്റ്സ് കിട്ടും. നമുക്കപ്പം അസിമത്ത് കിട്ടി 274 ഡിഗ്രി 5.7 മിനിറ്റ്സ്. ഇനി LOP കണ്ടുപിടിക്കാനായിട്ട് ±90 ഡിഗ്രി ചെയ്യുക. ഈ അസിമത്തുമായിട്ട് ±90 ഡിഗ്രി ചെയ്യുക. അപ്പോൾ നമുക്ക് അസിമത്ത് കിട്ടും. ഇനി നമുക്ക് ഇത് LOP വരയ്ക്കാനായിട്ട് ഇത്ര ആലോചിക്കുക. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. നമുക്ക് ഇവിടെ ഇൻ്റർസെപ്റ്റ് ഉള്ളത് കാരണം 4.4 മിനിറ്റ്സ് ടുവേർഡ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ അസിമത്ത് എങ്ങോട്ടാണോ അസിമത്തിൻ്റെ ടുവേർഡ്സ് 4.4 മിനിറ്റ്സ് വരയ്ക്കുക. നോർത്ത് 90 ഡിഗ്രി ± ചെയ്യുക. ഇനിയിപ്പോൾ എവേ ആണെന്നുണ്ടായിരുന്നെങ്കിൽ അസിമത്തിൽ നിന്ന് എവേ ആയിട്ട് വരയ്ക്കുക. അതായത് ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വന്ന് ഇവിടെ വരും നമ്മുടെ LOP. അത്രേ ഉള്ളൂ.